വെൽക്കം ബാക്ക് ടു ഈറ്റ്സ് ആൻഡ് ഔട്ട്ഡോർസ്. അപ്പോൾ ഇന്ന് എൻ്റെ 40th ബർത്ത്ഡേ സെലിബ്രേഷനെ കുറച്ച് വീഡിയോസും ഫോട്ടോസുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ലാസ്റ്റ് മന്ത്, അതായത് ഫെബ്രുവരിയിൽ എൻ്റെ 40th ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം കൂടെ ചേർന്നിട്ട് എനിക്കൊരു സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടി തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അതായത് ഇവർ ആക്ച്വലി എനിക്ക് സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടി തന്നത് എൻ്റെ ആക്ച്വൽ ബർത്ത്ഡേക്ക് ഒരു ആഴ്ച മുന്നേ ആയിരുന്നേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടി എനിക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ളത്. ഞാനും എൻ്റെ വേറൊരു ഫ്രണ്ടും കൂടി ഞങ്ങൾ ഓൾറെഡി പ്രീ പ്ലാൻഡ് ആയിട്ട് ഒരു സ്ഥലത്ത് പോകാനായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പ്രീ പ്ലാൻഡ് ആയിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാം വീട്ടിൽ ഉണ്ടായിരുന്നു. അവർ കേക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് വീടെല്ലാം ഡെക്കറേറ്റ് ചെയ്ത് ഞാൻ വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ വന്ന ഉടനെ തന്നെ പെട്ടെന്ന് ഇങ്ങനെ ചാടി വേണ്ടിയിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും സർപ്രൈസ് ആയിപ്പോയി. ആക്ച്വലി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നില്ല ഇവർ ഇങ്ങനെ എനിക്ക് വേണ്ടിയിട്ട് ബർത്ത്ഡേ സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ടെന്നുള്ളത്. ഞങ്ങൾ എല്ലാവരുടെയും ബർത്ത്ഡേ എപ്പോഴും സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അപ്പം എനിക്കും പ്രതീക്ഷ ഉണ്ടായിരുന്നു എൻ്റെ ബർത്ത്ഡേയും സെലിബ്രേറ്റ് ചെയ്യും എന്നുള്ളത്. പക്ഷേ ഇങ്ങനെ ഒരു സർപ്രൈസ് ആയിരിക്കും, അല്ലെങ്കിൽ ഈ ദിവസമായിരിക്കും, ഈ രീതിയിലായിരിക്കും എന്നൊന്നും എനിക്ക് ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ അവർ കേക്കൊക്കെ കൊണ്ടുവന്നു. അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കഴിച്ചു. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസൊക്കെ എടുത്തു. പിന്നെ അന്നൊരു വാലന്റൈൻസ് ഡേയും കൂടെ ആയിരുന്നു, അതായത് വാലന്റൈൻസ് ഡേയുടെ തലേദിവസമായിരുന്നു. അപ്പോൾ കുറച്ച് റോസ് ബഞ്ചസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും റിയലി എൻജോയ് ചെയ്തു. ശരിക്കും ഫണ്ണായിരുന്നു, ശരിക്കും സർപ്രൈസ്ഡ് ആയിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും ചേർന്നിട്ട് പുറത്ത് പോയി ഡിന്നറൊക്കെ കഴിച്ചു. ഞങ്ങൾ എപ്പോഴും എല്ലാവരുടെയും ബർത്ത്ഡേക്കും ഞങ്ങൾ പുറത്ത് പോയിട്ട് ഡിന്നർ കഴിക്കാറുണ്ട്. അതേപോലെ എൻ്റെ ബർത്ത്ഡേക്കും ഞങ്ങളെല്ലാവരും സെലിബ്രേഷൻ എല്ലാം കഴിഞ്ഞിട്ട് പുറത്ത് പോയിട്ട് ഡിന്നറൊക്കെ കഴിച്ചു. ഇതാണ് അവർ ചെയ്ത ഡെക്കറേഷനൊക്കെ. കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു, ബലൂണ്, പിന്നെ കുറേ ഡെക്കറേഷൻ ഐറ്റംസ്, പിന്നെ 40 എന്ന് എഴുതിയ കുറേ കാര്യങ്ങൾ. എന്തായാലും നല്ല അടിപൊളിയായിരുന്നു. ഇത് 40 മയമാണ് കംപ്ലീറ്റ്. എന്തായാലും അവർ നന്നായിട്ട് കുറേ കഷ്ടപ്പെട്ടു. ഡെക്കറേഷൻ സാധനങ്ങളും ഡെക്കറേറ്റ് ചെയ്യാനും സാധനങ്ങൾ വാങ്ങിക്കാനും എല്ലാം കുറേ കഷ്ടപ്പെട്ടു. ഐ എം റിയലി താങ്ക്ഫുൾ ഫോർ ദം. പിന്നെ അവർ എനിക്കൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു, അത് നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. ഒരു കാർഡ് ഉണ്ടായിരുന്നു ഇതിനകത്ത്, 40 years എന്ന് എഴുതിയൊരു കാർഡ്. അതിനകത്ത് അവർ സൈനൊക്കെ ചെയ്ത് ഓരോന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അതെനിക്കൊരു കാർഡ് തന്നു. പിന്നെ എനിക്ക് തന്നത് ഇതൊരു ടംബ്ലറാണ്. ഇതിനകത്ത് കോഫിയോ അല്ലെങ്കിൽ വെള്ളമൊക്കെ കുടിക്കാം. അതും 40 ഫാബുലസ് എന്ന് എഴുതിയ ഒരു ടംബ്ലർ. പിന്നെ ഒരു സോക്സ് ഉണ്ടായിരുന്നു. അപ്പം അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിനകത്ത് എഴുതിയേക്കുന്നുണ്ടോ, ഐ ആം നോട്ട് 40. അടുത്ത സോക്സിനകത്ത് എന്താ എഴുതിയേക്കുന്നതെന്ന് നോക്കാം. ഐ ആം 18 വിത്ത് 22 years എക്സ്പീരിയൻസ്. കണ്ടോ, ഐ ആം നോട്ട് 40, ഐ ആം 18 വിത്ത് 22 years എക്സ്പീരിയൻസ്. കൊള്ളാം അല്ലേ, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ തന്നത് എന്താണെന്ന് നോക്കാം. ഇതൊരു ക്യാൻഡിലാണ്, അതൊന്ന് ഓപ്പൺ ചെയ്യാം. കണ്ടോ, അതിനകത്ത് എഴുതിയിട്ടുണ്ട് സ്മെൽസ് ലൈക്ക് യുവർ 30s ആർ ഓവർ. കണ്ടോ, ഇതൊരു ക്യാൻഡിലാണ്. പിന്നെ തന്നത് നോക്കട്ടെ എന്താണെന്നുള്ളത്, അതൊരു ബ്രേസ്ലെറ്റ് ആണ്. അപ്പം അതിനകത്തും ഇതേപോലെ ഹാപ്പി 40th ബർത്ത്ഡേ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഒരു നൈസ് ആയിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് ആയിരുന്നു, അടിപൊളിയായിട്ടുണ്ട്. കണ്ടോ, സോ നൈസ് അല്ലേ. പിന്നെ എനിക്ക് തന്നത് ഒരു ബാഗാണ്. അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അത് കണ്ട, നല്ലൊരു അടിപൊളി ബാഗാണ്. ഇതിനകത്ത് കുറേ സാധനങ്ങളൊക്കെ കൊള്ളും. ഇതിനകത്ത് എഴുതിയേക്കുന്ന നോക്കിക്കേ, ഇൻ മൈ 40s എറ. കൊള്ളാം. അതിനൊരു സൈഡിലൊരു ബോയൊക്കെ ഉണ്ട്. കൊള്ളാം, നൈസായിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് അവരെനിക്ക് തന്നത്. ഒരു സോക്സ് ഉണ്ടായിരുന്നു, ഒരു ബാഗ്, ടംബ്ലർ, പിന്നെ ക്യാൻഡില്, പിന്നെ ഒരു ബ്രേസ്ലെറ്റ്, പിന്നെ ഒരു കാർഡ്. ഈ കാർഡ് നിങ്ങൾ ശ്രദ്ധിച്ചോ, നമ്മുടെ 40 years എന്ന് പറയുന്നത് ഇത്രയും വീക്സ് ആണ്. അതായത് 2087 വീക്സും, അതേപോലെ 14,609 ഡേയ്സും, അതേപോലെ 3,50,632 അവേഴ്സും, പിന്നെ ഇത്രയും മിനിറ്റ്സും കൂടെ ചേർന്നാണ് നമ്മുടെ 40 വർഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ കൊള്ളാമല്ലേ, എല്ലാം നന്നായിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയ ഗിഫ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക് യു.